എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും തന്നെ ഒരുപാട് വർഷക്കാലമായി അങ്കണവാടി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. ആയതുകൊണ്ട് തന്നെ എന്താണ് ICDS എന്നും ICDSൻ്റെ സേവനങ്ങളെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ് എന്നുള്ളതൊക്കെ കൃത്യമായി അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് പോഷൺ അഭിയാൻ എന്ന സെൻട്രലി സ്പോൺസേഡ് സ്കീമിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമ്മൾക്കിടയിലുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സെൻട്രലി സ്പോൺസേഡ് സ്കീമായിട്ടുള്ള പോഷൻ മിഷനിൽ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ പാതയിലാണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ആയതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ് അഥവാ സാമൂഹിക അധിഷ്ഠിത പരിപാടികൾ എല്ലാ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഓരോ മാസങ്ങളിലും 2 CBക്കാണ് നമ്മൾ നേതൃത്വം കൊടുത്തു വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഓരോ CBക്കും ഓരോ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസ്സുകൾ നയിക്കുന്ന സമയം അനുയോജ്യരായിട്ടുള്ള ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ച് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു CB നടന്നു കഴിഞ്ഞാൽ 250 രൂപയാണ് കേന്ദ്രവിഹിതമായി നമുക്ക് ലഭിക്കുന്ന തുക. എന്നാൽ സെൻട്രലി സ്പോൺസർ സ്കീം ആയതുകൊണ്ട് തന്നെ ഓരോ ക്വാർട്ടറുകളിലായിട്ടാണ് ഇപ്പോൾ ഫണ്ടുകൾ അനുവദിച്ച് വരുന്നത്. അപ്പോൾ നമ്മളെ ടീച്ചേഴ്സ് പലപ്പോഴും സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് മാസങ്ങളായി നമുക്ക് CB നടത്താനുള്ള നിർദ്ദേശങ്ങളൊന്നും കിട്ടുന്നില്ല, ഇനി CB ഇല്ലേ, CB നിർത്തിയോ, ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഈ സെഷൻ മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. നമുക്കറിയാം CB അഥവാ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ് എന്നുള്ളത് സെൻട്രലി സ്പോൺസേഡ് സ്കീം, അതായത് പോഷൻ മിഷൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. എല്ലാ മാസങ്ങളിലും ഓരോ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക വിഷയങ്ങൾ നൽകി അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് CBയിലൂടെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. ഇതിനെ കേന്ദ്രവിഹിതമായി 250 രൂപയാണ് നമുക്ക് അനുവദിച്ച് വരാറുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ സെൻട്രലി സ്പോൺസേഡ് സ്കീം ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഇനി തുകകൾ അനുവദിക്കുന്നതിന് പ്രത്യേകം മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി കഴിഞ്ഞ സെഷനിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് പുതിയ മാനദണ്ഡം? അതായത് നമുക്ക് ഇനി ഫണ്ടുകൾ അനുവദിക്കുന്നത് ഓരോ ക്വാർട്ടർ വൈസ് ആയിട്ടാണ്. എന്താണ് ക്വാർട്ടർ എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ കഴിഞ്ഞ സെഷനിൽ വിവരിച്ചിട്ടുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തെ 4 ക്വാർട്ടറുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം തുടങ്ങുന്ന മാസം ഏപ്രിൽ, മെയ്, ജൂൺ, ഇതാണ് ആദ്യത്തെ ക്വാർട്ടർ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ രണ്ടാമത് ക്വാർട്ടറാകുന്ന സമയം. ഒക്ടോബർ, നവംബർ, ഡിസംബർ 3ഉം ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നുള്ളത് ഈ സാമ്പത്തിക വർഷത്തിലെ അവസാനത്തെ ക്വാർട്ടറുമാകുന്നു. അപ്പോൾ ഈ ഓരോ ക്വാർട്ടറുകളിലേക്കും തുകകൾ അനുവദിച്ച് തരുന്നത് ഓരോ മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു നിശ്ചയിച്ചിട്ടുള്ള മാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ളൊരു ക്ലാസ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അതായത് HSM സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ, THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ, ഇവർക്കൊക്കെ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും ഇത്തരത്തിൽ THR HSM ഒക്കെ ലഭിക്കുന്നതിന് ഓരോ ക്വാർട്ടറുകളിലും നമ്മൾ ഏതൊക്കെ മാസങ്ങളിലാണ് എൻട്രികൾ വരുത്തേണ്ടത് എന്നുള്ളതാണ്. അതിന് ആനുപാതികമായിട്ടാണ് സെൻട്രലിൽ നിന്ന് നമുക്ക് ഫണ്ട് അനുവദിച്ച് വരികയുള്ളൂ. ഇത്തരത്തിൽ സെക്കൻഡ് ക്വാർട്ടറിൽ അനുവദിച്ച് വരുന്ന തുക വൈകിയത് കൊണ്ടാണ് CB നമ്മൾക്ക് നടത്താനുള്ള നിർദ്ദേശം ലഭിക്കാതിരുന്നത്. അതേപോലെ തന്നെയാണ് പല ടീച്ചേഴ്സും ആവർത്തിച്ച് ബുദ്ധിമുട്ട് അറിയിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ക്യാഷ് ഫോണിനകത്ത് OTP വരുന്നില്ല എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് പോഷൻ ട്രാക്കറിനകത്ത് ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ടും അവസാനമായിട്ടും നമ്മളുടെ ടീച്ചറുടെ ക്യാഷ് ഫോണിലെ സിമ്മിലേക്ക് ഒരു 4 അക്ക OTP വരും. അതായത് 1 ടൈം പാസ്വേഡ്. ഇതൊരു SMS രൂപത്തിലാണ് നമ്മളുടെ ഫോണിലേക്ക് വരിക. ഇത് വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള റീചാർജ് പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം. റീചാർജ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് OTP വരാത്തത് എന്നുള്ളത് തിരിച്ചറിയുക. ഈ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മളുടെ ബെനിഫിഷ്യറിയെ രജിസ്റ്റർ ചെയ്യുന്നത് തടസ്സപ്പെടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിനാണ് നമ്മൾ രണ്ടാമതൊരു വഴി നിങ്ങളിലേക്ക് എത്തിച്ചത്. അതായത് ബെനിഫിഷ്യറി ലോഗിൻ, ഐ ആം എ ബെനിഫിഷ്യറി എന്ന് കാണുന്ന ഈ ലോഗിൻ വഴി നിങ്ങൾക്ക് ഗുണഭോക്താവിൽ നിന്ന് OTP സ്വീകരിച്ച് അവരുടെ രജിസ്ട്രേഷൻ തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കും. ആ ഒരു വഴിയാണ് നമ്മൾ ഇനി സ്വീകരിക്കേണ്ടത്. എന്നാണ് നമ്മുടെ ക്യാഷ് ഫോണിനകത്തുള്ള CUG സിമ്മിലേക്ക് റീചാർജ് ആയി വരുന്നത്, ആ സമയം തന്നെ നിങ്ങൾ അറിയിക്കും. ആ സമയം നിങ്ങൾക്ക് വീണ്ടും അങ്കണവാടി വർക്ക് ലോഗിനിലൂടെ നിങ്ങൾക്ക് രജിസ്ട്രേഷനുകളൊക്കെ തുടരാവുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ക്യാഷ് ഫോണിലെ CUG സിമ്മിൽ റീചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെക്കൻഡ് ക്വാർട്ടറിൽ അനുവദിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ ഉറപ്പായിട്ടും സിം റീചാർജ് ചെയ്യപ്പെടും. അതിനുള്ള ഫയലൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ CBയും നമ്മൾക്ക് എല്ലാ മാസങ്ങളിലും CB തുടർന്ന് മുന്നോട്ട് പോകുന്നതിന് നമ്മൾക്ക് എന്നാണോ ഫണ്ട് അനുവദിച്ച് വരുന്നതിന് ആ സമയം തന്നെ നമ്മൾക്ക് CB നടത്തേണ്ട തീയതിയും വിഷയവും ഒക്കെ തന്നെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തും. കൃത്യമായി അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഓരോ കാര്യങ്ങളും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് അങ്കണവാടി പ്രവർത്തനങ്ങളൊക്കെ തന്നെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിപ്പിക്കാനും പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി തിരിച്ചറിയുക.